ചേർത്തല താലൂക്ക് NSS യൂണിയന്റെ കീഴിലുള്ള മന്നം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ മെറിറ്റ് അവാർഡ് വിതരണം നടന്നു. സമ്മേളന ഉദ്ഘാടനവും മെറിറ്റ് അവാർഡ് വിതരണവും യൂണിയൻ പ്രസിഡന്റും ഡയറക്ടർ ബോർഡ് അംഗവുമായ പ്രൊഫസർ ഇലഞ്ഞിയിൽ രാധാകൃഷ്ണൻ നിർവഹിച്ചു. താലൂക്ക് മന്നം സോഷ്യൽ സർവീസ് സൊസൈറ്റി പ്രസിഡന്റ് CB മോഹനൻ നായർ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ വൈസ് പ്രസിഡന്റ് S മുരളീകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. MSSS കമ്മിറ്റി അംഗം N രാമചന്ദ്രൻ, വനിതാ യൂണിയൻ പ്രസിഡന്റ് N മാധവിയമ്മ എന്നിവർ സംസാരിച്ചു. MSSS സെക്രട്ടറി S ജയകൃഷ്ണൻ സ്വാഗതവും ട്രഷറർ V ശ്രീകുമാർ നന്ദിയും പറഞ്ഞു. യൂണിയൻ കമ്മിറ്റി അംഗങ്ങൾ, MSSS കമ്മിറ്റി അംഗങ്ങൾ, വനിതാ യൂണിയൻ കമ്മിറ്റി അംഗങ്ങൾ, പ്രതിനിധി സഭാംഗങ്ങൾ, യൂണിയൻ ഇലക്ടറൽ റോൾ പ്രതിനിധികൾ, കോർഡിനേറ്റേഴ്സ്, സ്വാശ്രയ സംഘാംഗങ്ങൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ഓരോ കുട്ടികളോട് ചോദിച്ചാലും അവരെല്ലാം പറയുന്നൊരു കാര്യം വിദേശത്ത് പഠിക്കണം എന്നാണ്. കഴിഞ്ഞ ദിവസം ഒരു രക്ഷകർത്താവ് എന്നൊക്കെ പറഞ്ഞു, സാറേ +2 കഴിഞ്ഞാൽ എന്താണ് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു, +2 കഴിഞ്ഞാൽ പല കോഴ്സുകളുണ്ട്, അതിലൊക്കെ ചേരാം. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, എന്റെ മകൻ +2 പാസ്സായതിനു ശേഷം ഒരു കോഴ്സിൽ ചേരുന്നില്ല. അവന് UK പോയി പഠിക്കണം, ലണ്ടനിൽ പോയി പഠിക്കണം. എന്റെ കയ്യിലാണെങ്കിൽ ഒന്നുമില്ല, ലോൺ എടുക്കണം. ഞാൻ എന്ത് ചെയ്യണം? അത് അതിനൊക്കെയുള്ള മാർഗങ്ങളുണ്ട്, സ്കോളർഷിപ്പുകളുണ്ട്, ലോണുണ്ട്. എന്താണ് വേണ്ടത് എന്ന് കുട്ടിയാണ് ആലോചിക്കേണ്ടത്. ഓരോരുത്തരെ സംബന്ധിച്ചോളം വിദേശത്ത് പഠിക്കുന്നു അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പഠിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യത്തോടൊപ്പം തന്നെ നമ്മൾ എന്താകണം, നമ്മുടെ ലക്ഷ്യം എന്താണ്? അത് വിദേശത്തായാലും ഇവിടെയായാലും നമുക്ക് ആ ഒരു ലക്ഷ്യത്തിലേക്കുള്ള ഒരു യാത്രയാണ് പ്രധാനം. ലോകത്തിന്റെ വിജയിച്ച ആളുകളുടെ ഒരു സംഖ്യ എടുക്കുമ്പോൾ ലക്ഷ്യബോധമുള്ള ഒരു 3% ആളുകളാണ് ഈ ലോകത്തെ നയിക്കുന്നത്. പലർക്കും ഒരു ലക്ഷ്യമില്ല. അയൽപക്കത്തെ ആൾ ഡോക്ടർ ആകാൻ പോകുന്നു, അതുകൊണ്ട് എനിക്കും പോകണം, അയാൾ എഞ്ചിനീയർ ആകാൻ പോകും, മറ്റേ വേറെ ഏതാണ്ട് കോഴ്സിന് പോകുന്നു, സിനിമ പഠിക്കുന്നു, അതുകൊണ്ട് എനിക്കും പഠിക്കണം. നിങ്ങൾക്ക് എന്താണ് താല്പര്യം എന്നുള്ളതാണ്.